ഇത് ഡോക്ടർ സൂരജ് പിട്ടാപ്പള്ളി, ഫിലോസഫി പ്രൊഫസറാണ്. കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെയും വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 വർഷമായി ജർമ്മനിയിൽ ജോലി ചെയ്യുകയാണ്. വളരെ ഗഹനമായ തത്വശാസ്ത്രപരമായ കാര്യങ്ങൾ വളരെ ലളിതമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ സൂരജ്. നമ്മൾ ഡോക്ടർ സൂരജുമായി ഒരു സീരീസ് ഓഫ് കോൺവെർസേഷൻസ് ആണ് ആരംഭിക്കുന്നത്. അത് കുറച്ച് നാൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഈ ചർച്ചയിലേക്ക് സൂരജിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വൈസ്. താങ്ക് യു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദ റെലവൻസ് ഓഫ് ഗോഡ് ആണ്. അതിപ്പോൾ തത്വശാസ്ത്രത്തിലാണെങ്കിലും ദൈവശാസ്ത്രത്തിലാണെങ്കിലും മോറൽ തിയോളജിയിലാണെങ്കിലും എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയിലാണെങ്കിലും ദൈവം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സൂരജ്, നമുക്ക് എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ റെലവൻസ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുക? അതൊരു വളരെ നല്ല ചോദ്യമാണ്. ദൈവത്തിൻ്റെ റെലവൻസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത്. വാസ്തവത്തിൽ ഇത് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഈ 20-ാം നൂറ്റാണ്ടിലൊക്കെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള തത്വചിന്തകരിൽ ഒരാളാണ് മാർട്ടിൻ ഹൈഡഗർ. അദ്ദേഹം വിലപിക്കുന്നത് മനുഷ്യൻ ഉണ്മയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഉണ്മയെക്കുറിച്ച് മനുഷ്യൻ മറന്നുപോയി, മനുഷ്യൻ്റെ കുറ്റകരമായ ഒരു മറവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതിനെ അദ്ദേഹം വിളിക്കുന്ന ഒബ്ലിവിയൻ ഓഫ് ബീയിങ് എന്നാണ്. മനുഷ്യൻ മറ്റെല്ലാം പറയാൻ അവന് സമയമുണ്ട്, മറ്റെല്ലാം ചിന്തിക്കാൻ അവന് സമയമുണ്ട്, അവന് ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമുണ്ട്. പക്ഷെ അവൻ ഏറ്റവും ആഴത്തിലുള്ള ഉണ്മയെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നില്ല, ഉണ്മയെക്കുറിച്ച് ചിന്തിക്കും. ഉണ്മ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് അദ്ദേഹം പറയുന്നത്, അങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ഈ ഉണ്മയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഏക ആള് മനുഷ്യൻ മാത്രമാണ്. മനുഷ്യനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അത് ശരിയായി. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് ഉണ്മയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ മനുഷ്യനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഒരു മൃഗത്തിന് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. മൃഗത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതിന്റെ സർവൈവലിന് വേണ്ട എല്ലാ അപ്പറ്റൈറ്റും ഉണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട ആഗ്രഹവും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്ര കാൽക്കുലേറ്റഡ് ആയിട്ട് അങ്ങനെ ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഏറ്റവും ആഴത്തിലുള്ള ചിന്ത, ഉണ്മയെക്കുറിച്ച് തന്നെയുള്ള ചിന്ത, അതിനെയാണ് യഥാർത്ഥത്തിൽ ചിന്ത എന്ന് പോലും ഹൈഡഗർ വിളിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള, അദ്ദേഹം സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് അദ്ദേഹം ഒരു നിഴലിലായിരുന്നു നിന്നത്. കാരണം അദ്ദേഹത്തിന് അല്പം നാസി ചിന്തകളോടും അവരുടെ തത്വശാസ്ത്രത്തോടും അവരുടെ ഭരണത്തോടൊക്കെ അദ്ദേഹം സിമ്പതൈസ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് കുറെ കാലത്തേക്ക് പിന്നീട് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അദ്ദേഹം അക്കാഡമിക് ഫീൽഡിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹം പല യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തെ ലെക്ചറുകൾക്കായിട്ട് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ ലെക്ചറുകളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ലെക്ചറാണ് വാസ് ഹൈസ്റ്റ് ഡെങ്കൻ എന്ന് പറയുന്നത്. ജർമ്മനിലാണ് അദ്ദേഹം ജർമ്മൻ ഫിലോസഫറാണ്. അപ്പോൾ വാസ് ഹൈസ്റ്റ് ഡെങ്കൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് കോൾഡ് തിങ്കിങ്. അപ്പോൾ അതിനകത്ത് തിങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാം, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ചിന്തിക്കാം. നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അപ്പോൾ നമുക്ക് വേണ്ടി ചിന്തിക്കുന്നു ഉച്ചയ്ക്ക് എന്തായിരിക്കും, ചോറായിരിക്കും, അല്ലെങ്കിൽ പാസ്ത ആയിരിക്കും, അതല്ലെങ്കിൽ സ്റ്റീക്ക് ആയിരിക്കും, സ്റ്റിക്സ് ആയിരിക്കും, നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അപ്പൊ അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഓടാൻ പോകുമ്പോൾ മഴയുണ്ടായിരിക്കും, സ്പോർട്സിനായിട്ട് ഇറങ്ങുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഏറ്റവും ആഴത്തിലുള്ള ചിന്ത, ആ ചിന്ത, അത് അദ്ദേഹം പറയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ആൻസർ ടു ദ കോൾ ഓഫ് ബീയിങ് എന്നാണ്. ചിന്തയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന ഉത്തരവാണ് ആൻസർ ടു ദ കോൾ ഓഫ് ബീയിങ്. അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കുക. അതായത് ഉണ്മ നമ്മളെപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്താ എന്നെ കുറിച്ച് ചിന്തിക്കാത്തത്? അപ്പൊ ആ ഉണ്മ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ചൊറിച്ചിന് നീയാണോ എന്നെ ചൊറിയുന്നത് എന്ന രീതിയിൽ ഒരു റെസ്പോൺസ് കൊടുക്കുക. അതാണ് ആൻസർ ടു ദ കോൾ ഓഫ് ബീയിങ് എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചിന്ത പോകുന്നത്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ഈ ദൈവവിചാരം അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഉണ്മയെക്കുറിച്ച് പറയുന്നത് അല്ലാതെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ദൈവത്തെക്കുറിച്ച് ഹൈഡഗർ പറയുന്നില്ല. പക്ഷെ ഈ ദൈവവിചാരം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ 20-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ഈ ഹൈഡഗർ, ലെവിനാസ് പോലുള്ള ചിന്തകളിലൊക്കെ ഉണ്ട്. അതെ, അതല്ല അതർ ഗോഡ് എന്ന് പറയുന്നത്. അത് തന്നെ എക്സാക്ട്ലി അത് തന്നെ. അപ്പൊ ഈ അത് കാരണം ഒരു എത്തിക്കൽ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് വെറും മെറ്റഫിസിക്കൽ ലെവലിൽ നിൽക്കാതെ മറ്റു പല ലെവലുകളിലേക്കും, മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട, മനുഷ്യന്റെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട പല മേഖലകളിലേക്കും തിരിച്ചു വിട്ടു എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞ ആധുനിക കാലത്തെ ഈ ഗോഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ഓഫ് ഗോഡിന്റെ റെലവൻസ്, അത് ശരിക്കും പറഞ്ഞ മനുഷ്യന്റെ ചിന്ത ആരംഭിച്ച കാലം മുതലല്ലേ. മനുഷ്യൻ, ആധുനിക മനുഷ്യൻ തന്നെ ചിന്തിക്കുന്ന മനുഷ്യൻ എന്നാണല്ലോ പറയുന്നത്, ഹോമോ സാപ്പിയൻസ്.
അപ്പൊ ആദ്യ കാലഘട്ടം മുതൽ ദൈവ വിചാരമുണ്ട്. ഉണ്ട്. അപ്പൊ നമ്മൾ തത്വശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണെങ്കിലും തത്വശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ, നമ്മളൊക്കെ തത്വശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. തത്വശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണല്ലോ നമ്മൾ ഈ ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ PG ലെവലിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കോംപ്രിഹെൻസീവ് എക്സാമിനൊക്കെ വരുമ്പോൾ സമയത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം ദൈവവിചാരമാണ്, അല്ലെങ്കിൽ തിയോഡിസി, അല്ലെങ്കിൽ ഫിലോസഫി ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അത് 6 വിഷയങ്ങളാണ് അതിനകത്തുള്ളത്. ഈ 6 വിഷയങ്ങളുടെ തിരിവ് തന്നെ വളരെ മനോഹരമാണ്. കാരണം ഞങ്ങൾ സെമിനാറിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞങ്ങൾ ഇത് ഫിലോസഫി പഠിക്കുന്ന സമയത്ത്, അന്ന് ഇതിന്റെ ഈ തിരിവുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ 5-6 വിഷയങ്ങൾ കോംപ്രിഹെൻസീവ് എക്സാമിനേഷൻ വളരെ മാരത്തോൺ പരീക്ഷയാണ്. അപ്പൊ അതിന് പ്രധാനപ്പെട്ട 5-6 വിഷയങ്ങളുണ്ട്. അപ്പൊ ആ വിഷയങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് പിന്നീട് കൂടുതൽ ഫിലോസഫി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. അതായത് നമ്മൾ കാണുന്ന, നമുക്ക് ചുറ്റും കാണുന്നതും നിലനിൽക്കുന്നതുമായ എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഉമ്മ, അല്ലെങ്കിൽ ബീയിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ബീയിങ്ങിനെ സത്ത എന്ന് പറയുന്നത്, ഉമ്മ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഉമ്മ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള പഠനം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിചാരം, ഉണ്മയെക്കുറിച്ചുള്ള വിചാരമാണ് മെറ്റാഫിസിക്സ്. അപ്പൊ ഈ ഉമ്മ എന്ന് പറയുന്നത് ചിലപ്പോൾ 2 രീതിയിലാകാം. അതായത് ആദ്യവും അന്തവും ഇല്ലാത്തതും ആദ്യം അന്തവും ഉള്ളതും. അപ്പൊ ആദ്യം അന്തവും ഇല്ലാത്തതിന് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നു. അപ്പൊ ആ ദൈവത്തെ കുറിച്ചുള്ള വിചാരമാണ് രണ്ടാമത്തെ തിയോഡിസി. റിയാലിറ്റിയിലെ ആദ്യം അന്തവും ഇല്ലാത്തതിന് ദൈവം എന്ന് വിളിക്കുന്നു. അപ്പൊ ആ ദൈവത്തെ കുറിച്ചുള്ള വിചാരം രണ്ടാമത്തെ ബ്രാഞ്ച് ആയിട്ട് വരികയാണ്. അതാണ് തിയോഡിസി അല്ലെങ്കിൽ ഫിലോസഫി ഓഫ് ഗോഡ്. അപ്പൊ ഫിലോസഫി ഓഫ് ബീയിങ്, ഫിലോസഫി ഓഫ് ഗോഡ്. അത് കഴിയുമ്പോൾ ഈ ആദ്യം അന്തം ഉള്ളത്, അതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനമാണ് ഈ ഫിലോസഫി ഓഫ് ദ വേൾഡ്, അല്ലെങ്കിൽ ഫിലോസഫി ഓഫ് കോസ്മോസ്, കോസ്മോളജി. അപ്പോ അത് കഴിയുമ്പോൾ ഈ കോസ്മോസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, മറ്റെല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായ ഈ കോസ്മോസിനെ കുറിച്ചും, നമ്മൾ ആദ്യം പറഞ്ഞ ദൈവത്തെക്കുറിച്ചും, ഈ ഉണ്മയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള ഏക ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് 4ാമത് വരുന്നത്. അതാണ് ഫിലോസഫി ഓഫ് മാൻ, അല്ലെങ്കിൽ ആന്ത്രോപോളജി. അപ്പൊ ഈ മനുഷ്യൻ മറ്റെല്ലാ ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തനാകുന്ന ഏതെല്ലാം ഫാക്കൽറ്റികൾ അവനുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏതെല്ലാം കഴിവുകളുള്ളതാണ് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പൊ നമ്മൾ അരിസ്റ്റോട്ടിലേക്ക് പോകുമ്പോൾ ഫിലോസഫേഴ്സ് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം നമ്മൾ ഹരിച്ചും ഗുണിച്ചും എല്ലാം നോക്കുമ്പോൾ മനുഷ്യന് വ്യത്യസ്തനാക്കുന്ന 2 പ്രധാനപ്പെട്ട ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്, ഒന്ന് അവന്റെ റീസണാണ്, 2 മറ്റു മൃഗങ്ങൾക്കില്ലാത്ത പോലെ ഇവന് ചോയ്സ് ഉണ്ട്. അപ്പൊ റീസണും വില്ലും ഉണ്ട്. അതെ അതെ. പിന്നീട് വരുമ്പോൾ നമ്മുടെ ഈ ദെക്കാർത്തിലേക്ക് പോയിട്ട് തിങ്കിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാഷണൽ ആനിമൽ എന്ന് അരിസ്റ്റോട്ടിലും എല്ലാം ഡിഫൈൻ ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് അപ്പൊ ഈ ചിന്തിക്കുന്ന ചിന്ത, പിന്നെ അവന്റെ ചോയ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിന്തയ്ക്കും ചോയ്സിനും വീണ്ടും സ്പേസ് കൊടുക്കും. അങ്ങനെ 5ാമത്തായിട്ട് ചിന്തയെ കുറിച്ച്, അല്ലെങ്കിൽ റീസണെ തന്നെ സ്പെസിഫൈ ചെയ്യുന്ന ഫിലോസഫി ഓഫ് നോളജ്, അല്ലെങ്കിൽ എപ്പിസ്റ്റമോളജി. ഇനി അതിനുശേഷം അടുത്തത് ഫിലോസഫി ഓഫ് ആക്ഷൻ. അതാണ് ചോയ്സ് ഉള്ളത്. നമ്മുടെ ആക്ഷനെ കുറിച്ച് പറയേണ്ടതുള്ളൂ. കാരണം ഞാൻ അതിന് ഉത്തരവാദിയാവുന്നുള്ളൂ. അപ്പൊ മൊറാലിറ്റി, മോറൽ ഫിലോസഫി, അല്ലെങ്കിൽ ഫിലോസഫി ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിലോസഫി ഓഫ് ആക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ 6 വിഷയങ്ങളാണ് എപ്പോഴും ഇങ്ങനെ ഇതായിട്ട് വരുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ 6 വിഷയങ്ങൾ വരുന്നത് എന്ന് പറയുന്നത്? ഇതുകൊണ്ടാണ് മനുഷ്യന്റെ ചിന്തയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും മനുഷ്യന്റെ ചിന്തയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ്, ഘടകങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടാൻ പറ്റില്ല. മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റാത്ത, മനുഷ്യന്റെ ഉള്ളിലേക്ക് എപ്പോഴും ഇരച്ചു കയറി വരുന്ന ആ പ്രധാനപ്പെട്ട ചിന്തകളാണ് ഈ പറഞ്ഞ ഫിലോസഫി. ഫിലോസഫി പഠിച്ചാലും, ആഫ്രിക്കൻ ഫിലോസഫി പഠിച്ചാലും, വേറെ ഏത് കോണ്ടിനെന്റൽ ഫിലോസഫി, ഏത് ഫിലോസഫി, എല്ലാ ഫിലോസഫിയിലും ഉണ്ട് ഈ പറഞ്ഞ എപ്പിസ്റ്റമോളജി, എല്ലാ ഫിലോസഫിയിലും ഉണ്ട് എത്തിക്സ്, എല്ലാ ഫിലോസഫിയിലും ഉണ്ട് മെറ്റാഫിസിക്സ്. അപ്പൊ ഈ 6 വിഷയങ്ങള് എന്താ പറയുന്നത്, എല്ലാ ഭൂഖണ്ഡങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും അതീതമായിട്ട് എല്ലാ ചിന്തകളിലും ഉണ്ട്. കാരണം ചിന്തിക്കുന്ന മനുഷ്യനല്ല, അവൻ ദൈവത്തെ കുറിച്ച് ചിന്തിക്കും, അവൻ അവന്റെ ജ്ഞാനത്തെ കുറിച്ച് ചിന്തിക്കും, അവന്റെ പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കും, അവൻ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നുണ്ട്, മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്.